ഗൈസ് നമുക്കൊരു ട്രിപ്പ് പോയി വന്നാലോ? അപ്പോൾ ബസ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ചാടി കയറിയിട്ടേനി. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ബാക്കത്തെ സീറ്റേനി നമുക്ക് എന്തായാലും കിട്ടും ചെയ്തിട്ടോ. അങ്ങനെ വാഗമണിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന വരെയുള്ള ഒരു ചാട്ടം ബസ് എന്നുള്ള നിർബന്ധമാണല്ലോ. അങ്ങനെ കുറച്ചു നേരം ചാടി കുറച്ചു നേരം ക്ഷീണിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഈ പൂത്തിരി കത്തിക്കൽ എല്ലാ ട്രിപ്പിലും നിർബന്ധമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നിതേൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മളെ സർപ്രൈസ് കേക്ക് കട്ടിങ് ആണ് ഇട്ടത്. അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മളെ റൂമിലെത്തി. ഇതാണ് നമ്മളെ റൂം കേട്ടോ. പിന്നെ ഫ്രഷ് അപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളവരെ പ്രഹസനാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടോ. അവിടുന്ന് കുറച്ച് റീൽസും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ നമ്മൾ ഒന്നിലും കയറിയില്ല. സിപ്പ് ലൈനിൽ കയറണമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ഒരു 65 കിലോ മുകളിലുള്ള ആൾക്കാർ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ നേരെ വിട്ടത് പൈൻ ഫോറസ്റ്റിലേക്ക് ഇനി അവിടെ എത്തിയിട്ട് നമ്മളെ മാനേജറെ കാലിൽ അട്ട കടിച്ചു ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ അടിപൊളിയായിട്ട് ഞാനൊന്ന് വീണുണ്ടേനി ഗൈസ്. പിന്നെ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെ ഞാൻ വീണത് ആരും കണ്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ കയറി അതിന് ശേഷം ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ അടുത്ത ലക്ഷ്യം കുരിശുമല. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം പോയതാണ്, ഈ മല കയറിയതാണ്. എന്നാലും ഒരു തൊരേനോണ്ട് കയറി മുകളിലെത്തിയപ്പം ഗൈസ് ചത്തണ്. പക്ഷെ മുകളിലത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു കയറി മുകളിലെത്തിയതിൻ്റെ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടൊന്ന് വ്യൂ കണ്ടപ്പോൾ നമ്മൾ അറിഞ്ഞില്ലേനി. അങ്ങനെ ഒരു DJയും കഴിഞ്ഞ് രാത്രി ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ചു പോന്ന് പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തി. അത്രയേ ഉള്ളൂ. ബൈ.